وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ തങ്ങൾ ഉസ്താദ് അവറുകൾ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, നാം ഏവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. റീഹുർ റജം അഥവാ റജബ് മാസത്തിലെ കാറ്റ് എന്നർത്ഥം വരുന്ന പദങ്ങൾ. ഈ റജബ് മാസത്തിലെ ഇളം തെന്നൽ വീശുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരും ഒരുമിച്ച് കൂടി തരുമാറാകട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈയൊരു സുന്ദരമായ വേദിയിൽ എന്നിൽ അർപ്പിതമായ വിഷയം മർഹൂം ACS ബീരാൻ മുസ്ലിയാർ അവറുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതൊരു ശ്രമകരമായ ഒരു വിഷയമാണ്. എന്നിരുന്നാലും വളരെ കൃത്യതയും സ്പഷ്ടവുമായ രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. 3000-ലേറെ ശാഖകൾ സ്വന്തം കർമ്മബലത്താൽ ഉണ്ടാക്കി. 18 കൊല്ലം മുബല്ലിഗായി നാടുനീളെ പള്ളികൾക്കും മദ്രസകൾക്കും യതീംഖാനകൾക്കും കമ്മിറ്റിയുണ്ടാക്കി. സംഘാടകനായി വഅള് പറഞ്ഞു പണമുണ്ടാക്കി കൊടുത്തും പള്ളി ദർസുകൾ ഹയാത്താക്കിയും മനുഷ്യസ്നേഹം കൈവരിച്ച വ്യക്തിത്വം. കന്നുകാലികൾ ചേക്കേറിയിരുന്ന ഒരു പള്ളി പാങ്ങപൊറ്റേങ്ങലിൽ മാലിന്യങ്ങൾ കോരി വൃത്തിയാക്കി ഒരു മുസല്ല വിരിച്ചു. അതിൽ കയറി നിന്ന് ഉറക്കെ ഒരു ബാങ്ക്. ആളുകൾ ഓടിക്കൂടി. അല്ലാഹുവിൻ്റെ ഭവനത്തിനു പുനർജന്മത്തിൻ്റെ സാഫല്യം. ഇപ്പോൾ നല്ല പള്ളി. ഇങ്ങനെ പറയാൻ എത്ര കഥകൾ. കൊയിലാണ്ടി കൊല്ലത്ത് നിന്ന് ഏറനാടൻ കുന്നുകയറി വന്ന ഹമദാനി പരമ്പരയിലെ ഈ കണ്ണി. മങ്ങലേൽക്കാത്ത വ്യക്തിത്വം കൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ മഹൽ വ്യക്തി ACS ബീരാൻ മുസ്ലിയാർ. ഈ ചരിത്രം പുത്തൻ തലമുറ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. കോട്ടക്കൽ കോവിലകവും സാമൂതിരിയും തമ്മിലുള്ള വാഴ്ചത്തർക്കം തീർക്കാനോ കോവിലകം വക പ്രദേശങ്ങളെ ഭരണത്തെ സഹായിക്കാനോ വേണ്ടിയാണ് കൊയിലാണ്ടി കൊല്ലത്ത് നിന്ന് ഹമദാനി പരമ്പരയിലെ മാഹിൻ എന്നവരെ മലപ്പുറത്തേക്ക് ക്ഷണിച്ചു വരുത്തിയത്. മാഹിൻ കുടുംബത്തിന് കഴിയാൻ ചൂനൂർ അഗായിൽ മുതൽ പാങ്ങ ചോലക്കൽ വരെയുള്ള പ്രദേശങ്ങൾ കരമൊഴിഞ്ഞു ദാനം നൽകുകയും ചെയ്തു. ഏകദേശം 300 വർഷം മുമ്പാണ് കുറുമ്പ്ര നാട്ടിൽ നിന്ന് ഏറനാട്ടിലേക്കുള്ള ഈ കുടിയേറ്റം നടക്കുന്നത്. സത്യസന്ധരും സാത്വികരുമായ ഈ പരമ്പരയിലെ 5ാമത്തെ സന്തതിയാണ് ACS ബീരാൻ മുസ്ലിയാർ. കുഞ്ഞയമ്മു, ബീരാൻ, കുട്ടി ഹസൻ, അബ്ദുറഹ്മാൻ, അവറാൻകുട്ടി എന്നിവരിലൂടെ ഈ പരമ്പര മാഹിൻ ഹമദാനിയിൽ എത്തിച്ചേരുന്നു. 1926 പാങ്ങിലാണ് ബീരാൻ മുസ്ലിയാരുടെ ജനനം. അഗായിൽ ചോലക്കൽ കുഞ്ഞയമ്മു പിതാവ്, പാറമ്മൽ മൊയ്തു സാഹിബിൻ്റെ മകൾ ഇയ്യാത്തുവാണ് മാതാവ്. ഈ ദമ്പതികളുടെ 5 ആൺമക്കളിൽ മൂത്ത ആളാണ് ബീരാൻ മുസ്ലിയാർ. മുഹമ്മദ്, മൊയ്തീൻ കുട്ടി, അബ്ദുള്ള, ഇബ്രാഹിം എന്നിവരാണ് സഹോദരങ്ങൾ. പ്രാരാബ്ദങ്ങൾക്കും പ്രയാസങ്ങൾക്കുമിടയിലാണ് ബീരാൻ മുസ്ലിയാർ വളർന്നത്. പിതാവിൻ്റെ ആകസ്മികമായ നിര്യാണം ബീരാൻ മുസ്ലിയാരുടെ കൗമാരം ക്ലേശപൂരിതമാക്കി. ഉമ്മയുടെയും 4 സഹോദരങ്ങളുടെയും സംരക്ഷണ ചുമതല ചെറുപ്പത്തിലെ ബീരാൻ മുസ്ലിയാർ ഏറ്റെടുത്തു. ബീരാൻ മുസ്ലിയാർ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ചോലക്കാടൻ മുഹമ്മദിൻ്റെ മകൾ പാത്തുട്ടിയാണ് ആദ്യ ഭാര്യ. പഠിക്കുന്ന കാലത്താണ് ഈ വിവാഹം. ഇതിൽ 4 ആൺമക്കളും 3 പെൺമക്കളുമാണ്. കുഞ്ഞയമ്മു, അബ്ദുൽ ലത്തീഫ്, ഉസ്മാൻ, അസീസ്, ആയിഷ, റാബിയ, റംല എന്നിവരാണ്. 1972 രണ്ടാം വിവാഹം.
കൊടുവള്ളി കരീറ്റിപ്പറമ്പിലെ പെരീകണ്ടി അബൂ മുസ്ലിയാരുടെ മകൾ മറിയമായിരുന്നു വധു. ഇതിൽ മൈമൂന, ഹബ്സ, അഷ്റഫ് എന്നിവർ മക്കളാണ്. വിവാഹം നടക്കുമ്പോൾ 2 ഭാര്യമാരും അനാഥകളായിരുന്നു. മൂത്ത മകൻ കുഞ്ഞയമ്മു സ്കൂൾ അധ്യാപകനും നാട്ടിലെ പൊതുകാര്യ പ്രസക്തനും എഴുത്തുകാരനുമാണ്. ഇളയ സഹോദരൻ ഇബ്രാഹിം മുസ്ലിയാർ ബീരാൻ മുസ്ലിയാരുടെ സന്തത സഹചാരിയായി. അഗായി ചോലക്കൽ ഷറഫുദ്ദീൻ. ഇതായിരുന്നു ACS. പൊന്നാനി വലിയ ജാറത്തിലെ VSA ചെറുക്കോയ തങ്ങളാണ് ഷറഫുദ്ദീൻ എന്ന പേരിട്ടത്. 1953 കോട്ടനാട് നടന്ന 40 ദിവസത്തെ പ്രഭാഷണത്തിൻ്റെ സമാപന ചടങ്ങിന് വന്ന തങ്ങൾ ബീരാൻ മുസ്ലിയാരുടെ സേവനത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ പേരു നൽകിയത്. അങ്ങനെ AC-യുടെ കൂടെ എസും കൂടി ചേർന്ന് വന്നു. പൂർവികർക്ക് കോട്ടക്കൽ കോവിലകം അനുവദിച്ച ഭൂപ്രദേശത്തെ ചൂനൂർ അഗായിൽ മുതൽ പാങ്ങ് ചോലക്കൽ വരെ സൂചിപ്പിക്കുന്നതാണ് അഗായി ചോലക്കൽ AC എന്നുള്ളത്. ACS ഈ 3 അക്ഷരം കേൾക്കുമ്പോൾ തെളിച്ചമുള്ള ഒരു ചിത്രം രൂപപ്പെടുന്നു. ഉച്ചയിൽ കിന്നരിച്ചെണ്ടു വച്ച തുർക്കി തൊപ്പി, ഉയരം കൂടിയ തൊപ്പിയെ ചുറ്റി ഓയിൽ തുണിയുടെ തലയിൽ കെട്ട്, ഇറക്കം കൂടിയ കശ്മീരി ഓവർകോട്ട്, മൗലാനയുടെ കള്ളിത്തുണി, ക്യാൻവാസ് ഷൂ, നീളം കുറഞ്ഞ് മുതുകു വളഞ്ഞ വന്ധ്യവയോധികൻ. ഇതാണ് ACS ബീരാൻ മുസ്ലിയാർ. സുന്നി പ്രസ്ഥാനം വളർച്ചയുടെ പടവുകൾ കയറുമ്പോൾ ഈ കർമ്മയോഗിയെ ഓർക്കണം. കാലത്തിൻ്റെ ഏറെ പിന്നാക്കം ചെന്ന് നിൽക്കുക, സമസ്തയുടെയും പിന്നെ യുവജന സംഘത്തിൻ്റെയും ക്ലേശം നിറഞ്ഞ ഇന്നലകളുടെ തുടക്കം. ബീരാൻ മുസ്ലിയാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം പ്രാഥമികമായി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മതവിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പാറയിൽ മുഹമ്മദ് മുല്ലയിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ പഠനം പൂർത്തിയാക്കി. കരുപ്പറമ്പൻ അഹമ്മദ് കുട്ടി മുസ്ലിയാരിൽ നിന്ന് മുത്തഫരീദ് മുതൽ കിതാബ് ഓതി തുടങ്ങി. പിന്നീട് നൂറുദ്ദീൻ മുസ്ലിയാരായിരുന്നു ഉസ്താദ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കൂടെ താനൂരിലെ ദർസിൽ ചേർന്ന് പഠനം തുടർന്നു. 9 വർഷത്തോളം കോഡൂരിൽ ഓതി പഠിച്ചു. പിച്ചൻ അബ്ദുള്ള അസീസ് മുസ്ലിയാരായിരുന്നു ഇവിടെ ഉസ്താദ്. പിതാവിൻ്റെ വിയോഗവും തൻ്റെ വിവാഹവും ഇവിടെ പഠിക്കുന്ന കാലത്താണ്. പിന്നീട് 4 വർഷത്തോളം പാങ്ങിൽ അബ്ദുള്ള മുസ്ലിയാരുടെ കൂടെ ഓതി. പള്ളിയിൽ ചെറിയ തോതിൽ ഒരു ദർസും ആരംഭിച്ചു. ക്രമേണ പഠനം നിലച്ചു. രാത്രി ദർസും പകൽ കച്ചവടവുമായി. കുടുംബം പുലർത്താനുള്ള കച്ചവടം വേരുപിടിച്ചില്ല. ഇന്നത്തെ പളപളപ്പും പത്രാസും പപ്പാസും സ്വപ്നം കാണാൻ വകയില്ലാത്ത കാലം. അന്ന് ഈ തുർക്കി തൊപ്പിക്കാരൻ പ്രസ്ഥാനത്തിൻ്റെ കണ്ണും കാതുമായിരുന്നു. ഒറ്റയാൾ പട്ടാളമായിരുന്നു ACS ബീരാൻ മുസ്ലിയാർ. അനന്തവും അനിശ്ചിതവുമായ യാത്രകളുടെ തുടക്കം 40കളുടെ അവസാനത്തോടെയാണ്. ചെറുപ്രസംഗങ്ങൾ നീണ്ട വാളുകളായി. അത് പിന്നെ ദിവസങ്ങളും ആഴ്ചകളും നീണ്ടു. പള്ളികളുടെയും മദ്രസകളുടെയും സ്ഥാപനങ്ങളുടെയും നടത്തിപ്പിനു വേണ്ടിയായിരുന്നു വാള് പരമ്പരകളിലെ ഏറിയ പങ്കും. യതീംഖാനകൾക്കും സന്നദ്ധ സംഘടനകൾക്കും റിലീഫ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി നിരവധി രാത്രികൾ പകലാക്കി. വയനാട്ടിലെയും കർണാടക, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെയും കടലോര ഗ്രാമങ്ങളിലെയും സാധാരണക്കാരായ മുസ്ലിം ബഹുജനങ്ങളുടെ മതവിദ്യാഭ്യാസ നിലവാരം വട്ടപൂജ്യത്തിനും താഴെയാണെന്ന് ബീരാൻ മുസ്ലിയാർ കണ്ടു. ഷഹാദത്ത് കലിമ അറിയാത്തവർ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കരിച്ചിട്ടില്ലാത്തവർ, നോമ്പിനെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്തവർ, ചേലാകർമ്മം എന്നൊരു നിർബന്ധ കർമ്മം ഇസ്ലാമിൽ ഉണ്ടെന്ന് അറിയാത്ത ഗ്രാമം വരെ ബീരാൻ മുസ്ലിയാർ കണ്ടു. ഈ ഗ്രാമങ്ങളിൽ ഒരു തരത്തിലുള്ള സംസ്കരണവും ബോധനവും ലഭിക്കാത്ത പോക്കിരികളായ പച്ചമനുഷ്യന്മാർ വിഹരിച്ചിരുന്നു. ഇവർക്കിടയിൽ ഉറുദു പറയാൻ ക്ഷണിക്കാത്ത അതിഥിയായി ബീരാൻ മുസ്ലിയാർ ചെന്നെത്തി. അവർക്ക് വായിലും ഉസ്താദും ഇമാമും ഖാളിയും തൊഴിലാളിയും നേതാവും രാഷ്ട്രീയ പ്രബോധകൻ വരെയും ഈ മുസ്ലിയാരായിരുന്നു. പല ഉൾനാടൻ ഗ്രാമങ്ങളും ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ചും സുന്നിയെക്കുറിച്ചും
മദ്രസകളെക്കുറിച്ചും കേൾക്കുന്നത് ഈ സഞ്ചാരിയിൽ നിന്നാണ്. മലബാറിൽ ബീരാൻ മുസ്ലിയാർ ചെന്നെത്താത്ത ഗ്രാമങ്ങൾ വിരളം. ആദ്യകാലത്ത് തന്നെ കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിലും സഞ്ചരിച്ച് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര സ്റ്റേറ്റുകളും സുപരിചിതം. കുടക്, നീലഗിരി ജില്ലകൾ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങളായിരുന്നു. മലേഷ്യയിലും ഗൾഫ് നാടുകളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. വാളുകളിൽ പങ്കെടുക്കുന്നതിന് നിശ്ചിത നിരക്കിലുള്ള പ്രതിഫലം ഒന്നും ഈടാക്കിയിരുന്നില്ല. പരിപാടി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും, കിട്ടിയില്ലെന്നും വരും. ചിലയിടങ്ങളിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത വിധം വൻതുക പ്രതിഫലമായി കിട്ടും. ചിലയിടങ്ങളിൽ നിന്ന് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങിയെന്നുമിരിക്കും. സവിശേഷമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമയാണ് ഈ പണ്ഡിത കാരണവർ. സത്യത്തിനും നീതിക്കും ആദർശത്തിനും നിരക്കാത്ത കാര്യം അതെത്ര ചെറുതാണെങ്കിലും പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും. തിന്മ തടയാനുള്ള മാർഗങ്ങളിൽ സൗകര്യപ്രദമായ മൂന്നാം ഇനം, അതായത് മനസ്സുകൊണ്ട് വെറുക്കുക, അതാണ് പലരും തിരഞ്ഞെടുക്കുക. പക്ഷേ ബീരാൻ മുസ്ലിയാർ നമ്പർ 1 കൈകൊണ്ട് തടയുക മുതൽ തന്നെ തുടങ്ങുന്ന കൂട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഞ്ചാര കഥകളിൽ നഹ്യുൻ അനിൽ മുൻകർ നടപ്പാക്കിയതിൻ്റെ ധാരാളം അനുഭവങ്ങളുണ്ട്. സഹപ്രവർത്തകരിലും നാട്ടിലും ജോലിസ്ഥലത്തും ഈ വകയിൽ എമ്പാടും ഇഷ്ടക്കേടുകൾ സമ്പാദിച്ച വ്യക്തി കൂടിയാണ് ബീരാൻ മുസ്ലിയാർ. വഹാബി ആശയങ്ങൾക്കെതിരെ വളരെ രൂക്ഷമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു. ആദ്യമായി വളണ്ടിയർ കോർ രൂപീകരിച്ചത് ബീരാൻ മുസ്ലിയാരാണ്. അതുപോലെ തന്നെ ധാരാളം പള്ളികളും സ്ഥാപിച്ചു. ഒരു ദിവസം മൈസൂരിലെ പെരിയ പട്ടണത്തിൽ ചെന്നപ്പോഴാണ് അവിടെ പള്ളിയില്ലാത്ത കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. സ്നേഹിതനായ അബ്ബാസ് കെയോട് ചോദിച്ചു. 2 കിലോമീറ്റർ അകലെ പള്ളിയുണ്ടെന്ന് കേട്ട് അങ്ങോട്ട് നടന്നു അവിടെ എത്തി. പള്ളിയിൽ കയറാൻ നോക്കുമ്പോൾ പള്ളിക്ക് അകത്തു നിന്നും ഒരു പട്ടി കൂസലില്ലാതെ ഇറങ്ങി വരുന്നു. കിട്ടിയ വടിയുമായി പട്ടിയുടെ പിന്നാലെ ഓടുമ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊരു സ്ത്രീ ശബ്ദം, തല്ലരുത് ഹസ്രത്തെ, അതവിടുത്തെ സ്ഥിരതാമസക്കാരനാണ്. പെരിയ പട്ടണത്ത് മതപ്രസംഗം നടത്തി അങ്ങനെ സ്ഥാപിച്ചതാണ് ഷാഫി മസ്ജിദ്. 1970 മുഷാവറ യോഗമാണ് ബീരാൻ മുസ്ലിയാരെ മുബല്ലിഗായി നിയമിക്കാൻ തീരുമാനിച്ചത്. ഈ നിയമനം തീർത്തും ഔപചാരികമായിരുന്നു. ഈ തീരുമാനം ഉണ്ടാകുന്നതിൻ്റെ 25 വർഷം മുമ്പെങ്കിലും തുടങ്ങിയതാണ് ബീരാൻ മുസ്ലിയാരുടെ സുന്നി സേവനം. ആരുടെയും ആവശ്യപ്രകാരമല്ലാതെ, ആരും വഴി കാണിക്കാതെ, ഉപദേശ നിർദ്ദേശങ്ങൾ കാണിക്കാതെ, പ്രതിഫലമായ ഒരു പൈസ പോലും പറ്റാതെ സുന്നി യുവജന സംഘത്തിന് നിരവധി യൂണിറ്റുകൾ ഉണ്ടാക്കി. മദ്രസകൾ സ്ഥാപിച്ചു, നിലവിലുള്ള വ്യവസ്ഥാപിതമാക്കി. വിദ്യാഭ്യാസ ബോർഡിന് കീഴിലാക്കി. പള്ളികളും യതീംഖാനകളും സ്ഥാപിക്കാൻ നേതൃത്വം നൽകി. സാധാരണക്കാർക്കിടയിൽ സുന്നി ആശയത്തിന് പ്രചാരമുണ്ടാക്കി. സുന്നി പ്രസിദ്ധീകരണങ്ങൾക്ക് സർക്കുലേഷൻ ഉണ്ടാക്കി. ബീരാൻ മുസ്ലിയാരുടെ ഈ പ്രവർത്തനങ്ങൾ സംഘടനയുടെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു മുഷാവറയുടെ തീരുമാനത്തിൻ്റെ ഉദ്ദേശം. 120 രൂപ ശമ്പളവും നിശ്ചയിച്ചു. മുബല്ലിഗ് എന്ന നിലക്ക് ആദ്യത്തെ പര്യടന പരിപാടി തിരൂർ താലൂക്കിലായിരുന്നു. സ്വന്തം കഠിനാധ്വാനത്താൽ SYSന് 3400-ലേറെ ശാഖകൾ ഉണ്ടാക്കി എന്നാണ് ബീരാൻ മുസ്ലിയാരുടെ ഓർമ്മ. കുടകിലെ വിരാജ്പേട്ട താലൂക്ക് ഉൾപ്പെടെ ഒട്ടേറെ താലൂക്ക് കമ്മിറ്റികളും ഉണ്ടാക്കി. ബാംഗ്ലൂർ, യശ്വന്തപുരം കേരള മുസ്ലിം ജമാഅത്തിൻ്റെ വകയായി 1966 ഹജ്ജിന് പോവുകയും ചെയ്ത ബീരാൻ മുസ്ലിയാർ 1996 ഒക്ടോബർ ജമാദുൽ അവ്വൽ 23 വഫാത്തായി. മൂല്യാധിഷ്ഠിത ജീവിതത്തിനും ഇസ്ലാമിക സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും അപാരമായ സംഭാവനകൾ നൽകിയ ബീരാൻ മുസ്ലിയാർ ഒരു പ്രബുദ്ധ നേതാവും ഉജ്ജ്വല മാതൃകയും ആയിരുന്നു. ഇസ്ലാമിക ദർശനവും വിശ്വാസവും സമൂഹത്തിൽ പടർത്താൻ അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങൾ വളരെ പ്രചോദനാത്മകമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വളർച്ചയ്ക്കായി അദ്ദേഹം സ്ഥാപിച്ച മദ്രസകളും മസ്ജിദുകളും അതിനോടനുബന്ധിച്ച സംഘടനാത്മക ശാഖകളും ഇന്നും ഒരു പ്രബലമായ സ്വാധീനമാണ് ചെലുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം
നിരീഹരായ ആളുകളെ സഹായിക്കുന്നതിനുള്ള ആത്മാർത്ഥതയുടെയും ത്യാഗത്തിൻ്റെയും ഒരു ഉദാത്തമായ ഉദാഹരണമാണ്. നേരിടുന്ന വെല്ലുവിളികളെ മറികടന്ന് ആത്മവിശ്വാസത്തോടെ നന്മയുടെ പാതയിൽ തുടരാൻ ഇദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ മഹത്തായ ദാർശനികവും സാമൂഹികവുമായ സംഭാവനകൾക്ക് നന്ദി അറിയിക്കുകയും അത്തരം മാതൃകകൾ കൈമാറുകയും ചെയ്യുക നമ്മുടെയെല്ലാം കടമയാണ്. ബീരാൻ മുസ്ലിയാർ എന്ന മഹാത്മാവ് സമൂഹത്തിന് സമ്മാനിച്ച പാഠങ്ങൾ കൈയടക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിക്കാം. നാഥനായ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.